കേൾക്കുന്നത് വരൂ നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പം നാളെയാണ് നമ്മുടെ ഹിന്ദിയുടെ എക്സാം വരുന്നത്, മോഡൽ എക്സാം വരുന്നത്. അത് നമുക്ക് അടിപൊളിയായിട്ട് എഴുതാനുള്ളതാണ് അല്ലേ. അപ്പോൾ വളരെ കുറഞ്ഞ സമയം നമുക്ക് പഠിക്കാനുള്ളൂ, അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ അതിങ്ങനെ പഠിച്ച് തീർക്കാന്നുള്ള ടെൻഷനൊന്നും വേണ്ട. 4 കവിതകൾ ഇന്ന് നമ്മളിത് ഈ ഒറ്റ വീഡിയോയിൽ എന്ത് ചെയ്യാൻ പോവാണ്, സെറ്റാക്കാൻ പോവാണ്. ഒരു ടെൻഷനും വേണ്ട. അത് ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏകദേശം മാർക്കൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മതി കേട്ടോ. ഓക്കെ, അപ്പം ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാ ഫോർമാറ്റുകളും നാളത്തെ എക്സാമിന് വേണ്ടി പഠിച്ചിട്ടുണ്ടാവണം. എത്ര ഫോർമാറ്റ് ഉണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. പിന്നെ 10ാമത്തെ നമ്മുടെ ഗ്രാമർ ഭാഗമാണ് വരുന്നത്. ആ ഗ്രാമറിന്റെ ഒരു കുഞ്ഞു ഭാഗം നിങ്ങൾ പഠിക്കണം. അതിന് മാത്രമൊന്നും വരത്തില്ല. ഒരു 3 മാർക്കിനോ 2 മാർക്കിനോ ഗ്രാമർ ചോദിക്കത്തുള്ളൂ. പിന്നെയുള്ള ബാക്കി എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നിർബന്ധമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും ഇത്രയും നമ്മുടെ ഹിന്ദിയിൽ ചോദിക്കാനുള്ളൂ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണെന്ന് പഠിച്ചു വെക്കുക. പിന്നെ ഡയറി, ലെറ്റർ, പട്കഥ, ഈ വക എല്ലാ സാധനത്തിൻ്റെ ഫോർമാറ്റ് പഠിച്ചു വെക്കുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇതൊന്നും അല്ല, നമുക്ക് 4 കവിതകളാണ് സെറ്റ് ചെയ്യാനുള്ളത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ആശയം ചോദിക്കുന്നു നമുക്കൊക്കെ അറിയാം. എന്തായാലും കവിതയുടെ ആശയം നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടാവും. 4 മാർക്കിനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അത് നമുക്ക് എന്ത് ചെയ്യാം, സൂപ്പറായിട്ട് പഠിക്കാം. ഓക്കെ, നിങ്ങൾ ഡയറിക്ക് എന്താണ് നമ്മുടെ ഈ ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ട്, ലെറ്ററിന് ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ട്, പട്കഥയ്ക്ക് ഫോർമാറ്റ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആശയത്തിന് നിങ്ങൾ ഫോർമാറ്റും കാര്യങ്ങളൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളിത് ഇപ്പോൾ പഠിക്കാൻ പോവാണ്. എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് നമുക്ക് കവിതകളായിട്ട്. ഹൈക്കും ദോഹയും നമുക്ക് എന്ത് ചെയ്യാം, അത് നിങ്ങൾ സൈഡിലോട്ട് മാറ്റി വെക്കും. കാരണം അത് 4 മാർക്കിനൊന്നും നമുക്ക് ആശയം ചോദിക്കത്തില്ല. ആകെ 2 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അഥവാ ചോദിക്കുകയാണെങ്കിൽ 2 മാർക്കിനെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അതെന്താണ്, അത് ചെറുതാക്കി അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. പക്ഷെ ആശയം അങ്ങനെയല്ല. ടീച്ചർമാരെ ഇമ്പ്രസ് ചെയ്യുന്ന വിധത്തിൽ നമ്മൾ സൂപ്പറാക്കിയിട്ട് തന്നെ എഴുതണം അല്ലേ. അതിനുള്ള പരിപാടിയൊക്കെ നമുക്ക് ഉണ്ട്. ഒന്ന് മിസ് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം നമുക്ക് എത്ര കവിതകളുണ്ട്. മീരി ദുനിയാക്കി തമാം ബച്ചി എന്ന് പറഞ്ഞ കവിതയുണ്ട്. ഏക് തിൻക എന്ന് പറയുന്ന കവിതയുണ്ട്. പൈതൽ ചൽത്താ ഹുവ ആദ്മി എന്ന് പറയുന്ന കവിതയുണ്ട്. സിലാ ബേനത്തി ലടിക്ക എന്ന് പറയുന്ന കവിതയുണ്ട് അല്ലേ. ഓക്കെ, ഇനി ഏത് കവിത വന്നാലും എൻ്റെ മക്കൾ എങ്ങനെ എഴുതണം, ആശയം എങ്ങനെ എഴുതണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് കുത്തിക്കലക്കി എഴുതി വെക്കലല്ല എന്തെന്ന് പറയുന്നത് നമ്മുടെ ആശയം എഴുതുന്ന പരിപാടി എന്ന് പറയുന്നത്. അതിന് കൃത്യമായിട്ട് ഒരു ഫോർമാറ്റ് ഉണ്ട്. ആദ്യത്തെ ഭാഗത്ത് മക്കൾ എന്തൊക്കെ എഴുതിയിട്ടുണ്ടാവണം, കവിതയുടെ പേര് എഴുതിയിട്ടുണ്ടാവണം, കവിയുടെ പേര് എഴുതിയിട്ടുണ്ടാവണം, വിഷയം എഴുതിയിട്ടുണ്ടാവണം. ഇത്ര എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എത്ര ഏകദേശം കിട്ടിയെന്നറിയാം. ഒരു 1.5 മാർക്കോളം ഏകദേശം സെറ്റാണ്. 1 മാർക്ക് എന്തായാലും കിട്ടും. പിന്നെ 1/2 മാർക്ക് നിങ്ങൾ എക്സ്ട്രാ എന്തെങ്കിലും പോയിന്റ്സ് എഴുതിയാൽ കിട്ടുന്ന സംഭവമാണ്. പിന്നെ കോണ്ടന്റ്, നടുവത്തെ ഭാഗം. ഈ നടുക്കഷ്ണം നിങ്ങൾക്ക് എങ്ങനെ എഴുതാം, കാരണം വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങളുടെ ബോക്സിൽ കവിതയുടെ കുറച്ച് ലൈൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ആ ലൈൻസ് വന്ന് എങ്ങനെയെങ്കിലുമൊക്കെ എന്താണ് നിങ്ങൾക്ക് കൂട്ടി എഴുതാൻ വേണ്ടി അറിയുന്നുണ്ടാവും. ആ ലൈൻസ് കണ്ടു കഴിഞ്ഞാൽ അതേപോലെ തന്നെ എഴുതിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ നടുക്കഷ്ണം ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ ആവേണ്ട. കവിതയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഏകദേശം എഴുതാൻ പറ്റും. പിന്നെ നിങ്ങൾ എഴുതേണ്ട ഒരു കൺക്ലൂഷനാണ്. ഇങ്ങനെ 3 പാരഗ്രാഫ് തിരിച്ചിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. കൺക്ലൂഷനിൽ നിങ്ങൾ എന്ത് എഴുതണം, സന്ദേശം എഴുതണം. ഇനി വേറെ നിങ്ങൾ സ്പെഷ്യൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതും എഴുതി വെക്കണം. ഓക്കെ, ഇതൊക്കെ ഇനി എങ്ങനെ എഴുതാം എന്നുള്ള കാര്യമാണ് പറയുന്നത്. യെസ്, ഇതാണ് എൻ്റെ മക്കൾ പഠിച്ചു വെക്കേണ്ടത്. ഈ 4 കവിതയിൽ ഏത് കവിതയും വരട്ടെ, ഇതാണ് നമ്മുടെ ഫോർമാറ്റ്. കവിതയ്ക്ക് ഒരു ഫോർമാറ്റ് എന്തായാലും പഠിച്ചു വെക്കണം ആശയം എഴുതാൻ വേണ്ടിയിട്ട്. അതാണ് ഇത്. നോക്കിക്കോളാം, ശ്രദ്ധിച്ച് കേൾക്കുക. നാളത്തെ എക്സാമിന് ഇത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഏകദേശം മാർക്ക് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മിസ് അത് മാത്രമല്ല പറയുന്നത്, ഇവിടെയൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റിയ ഓരോ കവിതയിലും കുറച്ച് പോയിന്റ്സും കൂടി പറയുന്നുണ്ട്. അതും കൂടി ആയി കഴിഞ്ഞാൽ നമ്മുടെ കവിത എന്തായി, സെറ്റായിട്ടുണ്ട്. നിങ്ങൾ ഒരു ടെൻഷനും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് വേണ്ട കേട്ടോ. ഓക്കെ, അപ്പം എന്താണ്, ഇങ്ങനെയാണ് ആശയം നമ്മൾ എഴുതി തുടങ്ങുന്നതെന്നാണ് ആദ്യം പറയുന്നത് കേട്ടോ. ആദ്യം നമ്മൾ എന്ത് എഴുതണം, നമ്മുടെ കവിതയുടെ പേരാണ് ആദ്യം എഴുതി വെക്കേണ്ടത്. ആദ്യത്തെ ഡാഷ് എന്താ ഉദ്ദേശിച്ചത്, കവിതയുടെ പേരിലെ കവിതയുടെ പേര് എഴുതുക. ഇപ്പൊ മേരി ദുനിയാക്കി തമാം ബച്ചി ആണെങ്കിൽ അത് എഴുതുക. ഏക് തിൻകാണെങ്കിൽ അത് എഴുതി വെക്കുക. കവിതയുടെ പേര് ആദ്യം എഴുതി വെക്കുന്നു മക്കള്. എന്നിട്ടോ നമ്മൾ തുടങ്ങുകയാണെ. ഹിന്ദി സാഹിത്യക്ക് പ്രമുഖ് അല്ലെങ്കിൽ മഷ്ഹൂർ കവി. ഇതിലേതെങ്കിലും ഹിന്ദിയിൽ നിങ്ങൾ പുതിയ വാക്കുകൾ ഉപയോഗിക്കുന്നതിലാണ് നമ്മുടെ ആശയത്തിൽ നമുക്ക് മാർക്ക് വീഴാം. ആശയത്തിൽ മാർക്ക് നമ്മൾ നോക്കുക, പുതിയ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടോ, എന്താണ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്, അങ്ങനെയൊക്കെയാണ്. ടീച്ചർമാരെ ഇമ്പ്രസ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ വേണം അല്ലേ. അപ്പോൾ പ്രസിദ്ധ കവി, സുന്ദർ കവി അതൊന്നും വേണ്ട, നിർത്തിക്കളയാത്. എന്ത് ചെയ്യുക മക്കള്, പ്രമുഖ കവി അല്ലെങ്കിൽ മഷ്ഹൂർ കവി എന്നുള്ള ആ വാക്ക് ഉപയോഗിക്കുക. ഓക്കെ, 2ന്റെ അർത്ഥം എന്താണ്, ഫേമസ് എന്നുള്ള അർത്ഥമാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. അതാണ് മിസ് ഒന്ന് ബ്രാക്കറ്റിൽ ഇട്ടേക്കുന്നത്. മഷ്ഹൂർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇനി എന്താണ്, ഹിന്ദി സാഹിത്യത്തിലെ മഷ്ഹൂർ ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള കവി എന്ന് പറഞ്ഞിട്ട് മക്കൾ എന്ത് ചെയ്യുന്നു, കവിയുടെ പേര് ഇവിടെ എഴുതി വെക്കുന്നു. ഇപ്പൊ മേരി ദുനിയാക്കി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിസ് നോക്കിക്കേ, മേരി ദുനിയാക്കി തമാം ബച്ചി ഹിന്ദി സാഹിത്യക്ക് പ്രമുഖ കവിയായിട്ടുള്ള അദ്നാന്റെ എന്ന് പറഞ്ഞിട്ടില്ലേ, അദ്നാൻ കാ ഏക് അദ്വിതീയ കവിത ഹേ. യെസ്,
അടുത്ത വേർഡ്. ഈ വേർഡ്സ് ഒക്കെ എനിക്ക് പഠിക്കാൻ പറ്റില്ല, അങ്ങനെയല്ല, ടീച്ചേഴ്സിനെ ഇംപ്രസ് ചെയ്യണം നമുക്ക്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആ വേർഡ്സ് എന്തായാലും പഠിച്ചേ പറ്റൂ. അദ്വിതീയ, നല്ല വാക്കല്ലേ, ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിക്കണം. അപ്പൊ ടീച്ചർമാർ വാവ് കുട്ടിക്ക് എന്തൊക്കെയോ അറിയാം എന്നുള്ള തോന്നല് അത് അവിടെ വേണം. അപ്പൊ നോക്കാം, അദ്വിതീയ മീൻസ് എന്താ അർത്ഥം എന്നറിയോ? യുണിക്. ഇനിയിപ്പൊ അത് പഠിക്കാൻ മക്കൾക്ക് തീരെ വളരെ ബുദ്ധിമുട്ടായി എന്ന് വിചാരിക്കുക, സാറില്ല, അതുല്യം എന്ന് ആലോചിച്ചൂടെ? അതുല്യ, യുണിക് എന്ന് തന്നെയാണ് അർത്ഥം കേട്ടോ. അദ്വിതീയ എന്ന് പഠിക്കുക, പറ്റിയിട്ടില്ലെങ്കിൽ അതുല്യം എന്ന് പഠിക്കുക. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ കവിതയിലെ ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖ കവിയായിട്ടുള്ള ഡാഷ് ക ഏക്ക് യുണീക്ക് ആയിട്ടുള്ള, അദ്വിതീയ ആയിട്ടുള്ള, അതുല്യ ആയിട്ടുള്ള കവിതയാണ് ഇത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്തുന്നു. അപ്പൊ ഈ നമ്മൾ കവിയുടെ പേരും കവിതയുടെ പേരും പറഞ്ഞു കഴിഞ്ഞു. ഇനി വിഷയം പറയണ്ടേ? നോക്കാം. इस कविता में, ഈ കവിതയിൽ കവി ഡാഷ് കെ ബാരെ മേ കഹാ ഗയാ ഹെ. ഡാഷ് കെ, ഈ ഡാഷിന്റെ അവിടെ മക്കൾ എന്തിട്ട് കൊടുക്കണം? വിഷയം ഇട്ട് കൊടുക്കണം. ഇവിടെ ഇട്ട് കൊടുക്കാനുള്ള വിഷയമൊക്കെ മിസ് ഇപ്പം പറയും, അത് മക്കൾ പഠിച്ചു പോയാൽ മതി കേട്ടോ. അപ്പൊ വിഷയ്ക്ക് ബാരെ മേ കഹാ ഗയാ ഹെ, അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞ് ഇതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ. ഈ ഇൻട്രൊഡക്ഷൻ ഇതുപോലെ തന്നെ എഴുതി വെച്ചാൽ മതി. കവിയുടെ പേര്, കവിതയുടെ പേര്, വിഷയം എഴുതി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ അവിടെ പക്കയാണ്. പിന്നെ കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് അധികം അറിയെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നടുവിൽ ഇതേ നിങ്ങളുടെ പരിപാടിയിലെ ബ്ലാ 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 പരിപാടി, അതായത് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതുന്ന പരിപാടി, ആ പരിപാടി, ആ ലൈൻസ് നോക്കിയിട്ട് എഴുതുന്ന പരിപാടി ഇവിടെ ഒപ്പിക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ തേർഡ് പാരഗ്രാഫ് ആയിട്ടുള്ള കൺക്ലൂഷൻ വരുന്നത്. കൺക്ലൂഷനിൽ നിങ്ങൾ എന്തൊക്കെ എഴുതണം? കവിതാമേ യ സന്ദേശ് ദേത്തെ ഹേ കി, ഈ സന്ദേശം തരുന്നു എന്ന് പറഞ്ഞിട്ട് മക്കൾ എന്ത് ചെയ്യുന്നു? സന്ദേശം എഴുതുന്നു. സന്ദേശവും മിസ് എന്ത് ചെയ്യും? ഇപ്പൊ എല്ലാ കവിതയുടെ സന്ദേശവും മിസ് ഇപ്പൊ പറഞ്ഞു തരും, അത് പഠിച്ചിട്ട് പോയിക്കോളാം. ഇനി യ ഏക സുന്ദർ ഓർ സരൽ കവിത ഹേ, എല്ലാ കവിതയുടെ അവസാനം ഈ സാധനം എഴുതി വെച്ചാൽ മതി. ഇനിയിപ്പോൾ ദോഹ എഴുതണ്ട, ഹൈക്കൂടെ അവസാനം വേണമെങ്കിൽ നമുക്ക് സുന്ദർ സരൾ എഴുതണ്ട, ലാസ്റ്റത്തെ ഭാഗമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതി വെക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു കവിത സുന്ദരമായിട്ടുള്ള, സരൾ മീൻസ് എന്താണ്? എളുപ്പമാണ് കേട്ടോ, എളുപ്പമായിട്ടുള്ള ഒരു കവിതയാണ് എന്ന് പറയുന്നു. എന്നിട്ട് നമ്മൾ വെറുതെ ഇനിയിപ്പോൾ അഥവാ ഇഷ്ടമല്ലാത്തൊരു കവിതയാണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ്? ബഹുത് പ്രഭാവശാലി ഹേ, പ്രഭാവശാലി. ഇതിൽ കുറച്ച് വാക്കുകളുണ്ട്, മഷ്ഹൂർ, അദ്വിതീയ, പ്രഭാവശാലി, ഇതൊക്കെ പുതിയ പുതിയ വാക്കുകളാണ്, പക്ഷെ അതൊക്കെ പഠിച്ചാൽ മാർക്ക് കിട്ടും. ഓക്കെ, പ്രഭാവശാലി മീൻസ് എന്താണ്? ഇംപ്രസീവ് എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ഇംപ്രസീവ് ആയിട്ടുള്ള എന്ന് നമ്മൾ പറയാല്ലേ. ഓക്കെ, ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു കവിതയാണ്. ഓക്കെ, പഠിച്ചു വെച്ചോളെ, പ്രഭാവശാലി. ഓക്കെ, മഷ്ഹൂർ, പിന്നെന്താണ്? അദ്വിതീയ, പ്രഭാവശാലി, ഇംപ്രസീവ് ആയിട്ടുള്ള. ഈ 3 വാക്ക് വെച്ച് നമുക്ക് എന്താ കവിത അങ്ങ് കുത്തി മറിക്കാൻ പറ്റും കേട്ടോ, കുത്തി അങ്ങ് കലക്കി എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നോക്കാം. ലാസ്റ്റ് നമ്മൾ കവിതയുടെ കൺക്ലൂഷൻ എങ്ങനെ കൊടുക്കുന്നു? സാമാജിക് രൂപമേ, സാമൂഹിക രൂപത്തിൽ നോക്കുന്ന സമയത്ത്, സാമൂഹികപരമായ രൂപത്തിൽ നോക്കുന്ന സമയത്ത് ഇത് ബിൽക്കുൽ പ്രാസംഗിക് ഹേ. പ്രാസംഗിക് മീൻസ് എന്താണ്? റെലവെന്റ് ആണ്, പ്രസക്തമാണ്, ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെയുള്ള അർത്ഥം കേട്ടോ. അപ്പൊ എന്താണ്? പ്രസക്തമാണ്. എന്താണ്? തീർച്ചയായും പ്രാസംഗിക് ഹേ. ഇനിയിപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈ പ്രാസംഗിക് എന്നുള്ള വാക്ക് പഠിച്ചു വെക്കണം. കവിത പ്രാസംഗിക് ഹേ, പ്രാസംഗികമാണ് നമ്മൾ പറയാറുണ്ട്. ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കുമ്പോൾ പ്രാസംഗികമാണ്, പ്രസക്തമാണ് എന്നുള്ള സംഭവം കേട്ടോ. ഓക്കെ, ഇത് പഠിച്ച മക്കളെ സെറ്റാണ് നിങ്ങൾക്ക്. ഇനിയിപ്പോൾ ഒന്നും അറിയില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു ഏകദേശ രീതിയിൽ ഈ ഒരു ഫോർമാറ്റ് വെച്ച് എഴുതിയ ആശയത്തിന് നല്ല മാർക്ക് കിട്ടും. ഇനി നമുക്ക് ഓരോ പാഠത്തുനിന്നും പറ്റിയിട്ടുള്ള ഇതേപോലെ വിഷയവും സന്ദേശവും കവിയുടെ പേരും കവിതയുടെ പേരും വെച്ചിട്ട് കുറച്ച് പോയിന്റ്സ് പഠിച്ചാലോ? ഇനി കവിത ഫുള്ള് വായിച്ച് മക്കൾ എന്ത് ചെയ്യണ്ട, കഷ്ടപ്പെടേണ്ട, അതിനുള്ള സമയം ഇല്ലെങ്കിൽ നമുക്ക് ഇതങ്ങ് പഠിച്ചു പോയാൽ മതി കേട്ടോ. നോക്കുക, സിലാ ബീനിത്തിയിൽ അടിക്കുക എന്ന് വെച്ചാൽ എന്തായിരുന്നു? നെൽക്കതിര് പെറുക്കുന്ന പെൺകുട്ടികളായിരുന്നു അല്ലെ. നെൽക്കതിര് പെറുക്കുന്ന പെൺകുട്ടികൾ എന്ന് പറഞ്ഞ കവിതയിൽ നിന്നുമാണ് ഉള്ളത്. അപ്പൊ കവിതയുടെ പേര് മക്കളെ എന്ത് ചെയ്യുന്നു? പഠിച്ചു വെക്കുന്നു. സിലാ ബീനിത്തിയിൽ അടിക്കുക അല്ലെ, നെൽക്കതിര് പെറുക്കുന്ന പെൺകുട്ടികൾ. ആരാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്? ഏകാന്ത് ശ്രീവാസ്തവാണ്. കവിയുടെ പേര് കവിതയിൽ നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാണ്. ആരാണ്? ഏകാന്ത് ശ്രീവാസ്തവാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ള കാര്യം മക്കളെ എഴുതുന്നു. ഇനി അതിന് പറ്റിയ കുറച്ച് പോയിന്റ്സ് വേണം അല്ലെ. ആദ്യം നമ്മൾ വിഷയമാണ് എഴുതുന്നത്. അതായത് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയ വിഷയം ഉണ്ടല്ലോ, ആ വിഷയമാണ് മിസ് പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കുക മക്കള്. നോക്കാം. ഇസ് കവിതാമേ, ഈ കവിതയിൽ കവി सिला बीनने वाली स्त्रियों के അല്ലെങ്കിൽ ലड़कियों के जीवन और उनके मेहनत के बारे में बताता है. ഒന്നുമില്ല, ഈ കവിതയിൽ എന്താ പറയുന്നത്? സില, നെൽക്കതിര് പെറുക്കുന്ന പെൺകുട്ടികളുടെ ജീവൻ, ലൈഫിനെ കുറിച്ചും അവരുടെ മെഹനത്ത് മീൻസ് എന്താണ്? ഹാർഡ് വർക്കിനെ കുറിച്ചിട്ടുമാണ് പറയുന്നത്. സിമ്പിൾ.
രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അവരുടെ ജീവിതത്തിനെ കുറിച്ചിട്ടും ജീവനെ കുറിച്ചിട്ടും മെഹനത്തിനെ കുറിച്ചിട്ടുമാണ് പറയുന്നത്. സിമ്പിൾ. ഇതാണ് നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് ഇട്ട് കൊടുക്കണം എന്ന് വിചാരിക്കുക. ആ എക്സ്ട്രാ പോയിന്റ് ആണ് ഇത്. ഇതിൽ സന്ദേശവും വിഷയവും മാത്രം പഠിച്ചാലും മക്കൾക്ക് മാർക്ക് കിട്ടും. ഇനിയിപ്പോൾ അതിൽ കുറച്ചുകൂടി കൂടുതൽ എഴുതണം എന്ന് വിചാരിക്കുന്ന മക്കളില്ലേ, അവർക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് പോയിന്റ്സും കൂടി എഴുതുന്നത് കേട്ടോ. ഇതിൽ ഈ ഒരു സംഭവം, ഈ രണ്ട് സംഭവം പഠിച്ചു വെച്ചാലും മതി. ഇനിയിപ്പോൾ ഹിന്ദി കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ള മക്കൾ അത് മാത്രമെങ്കിലും പഠിച്ചിട്ട് പോവാ കേട്ടോ. ഇനി നോക്കാം. കവിത മേ ലടിക്കാം ഏക് ദിൻ കെ ഭോജൻ കെ ലിയെ സിലാബീനെ ആതി ഹെ. കവിതയിൽ ലടിക്കാം, നമ്മുടെ പെൺകുട്ടികൾ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു നേരത്തെ അല്ലെ, ഏക് ദിൻ കെ ഭോജൻ, ഭോജൻ മീൻസ് എന്താണ്, ഭക്ഷണത്തിനായിട്ട് സിലാബീനെ ആതി ഹെ, നെൽക്കതിര് പെറുക്കാൻ വേണ്ടിയിട്ട് വരുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ ടീംസ് ഈ പരിപാടി ചെയ്യുന്നത് എന്ന് നമ്മൾ എഴുതി കൊടുക്കുന്നു. ഇനി ഇവർ ദാരിദ്ര്യമല്ല, ഇവർക്ക് നല്ല സന്തോഷമുള്ള ലൈഫാണോ? അല്ല. വേ ഗരീബ് ഹേ, വളരെ പുവർ ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ അപ്നി സ്ഥിതി സേ ദുഃഖി നഹി ഹേ, പക്ഷെ അവരുടെ സ്ഥിതി ആലോചിച്ച് അവർ സങ്കടത്തിലാണോ? അല്ല. നമ്മുടെ ഈ പാഠത്തിലെ മെയിൻ തീം എന്തായിരുന്നു? എത്ര സങ്കടം നമ്മൾ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവ് മൈൻഡ് വെക്കണം. ഇതാണ് നമ്മുടെ ഈ സിലാബേനത്തിയിൽ അടിക്കാൻ വളരെ സന്തോഷത്തോടെയാണ് അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടോ? ഇല്ല. അതാണ് അതിൻ്റെ മെയിൻ തീം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം നമ്മൾ പറയാണ് അവർ ഗരീബാണ്, അവർ പുവറാണ്, അവർക്ക് എന്താണ്, ദാരിദ്ര്യമാണ്. പക്ഷെ അപ്പനി സ്ഥിതിസേ, തങ്ങളുടെ സ്ഥിതി ആലോചിച്ചിട്ട് ദുഃഖി നഹി ഹേ, സങ്കടത്തിലല്ല. അവരെങ്ങനെയാണ് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വെക്കുന്ന ആൾക്കാരാണ് അല്ലേ. ഇനി ഇതിൻ്റെ സന്ദേശം മാത്രം മക്കൾ പഠിച്ചാലും മതി. ഈ രണ്ട് പോയിന്റും പഠിച്ചില്ല സാരമില്ല, സന്ദേശം എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. നോക്കണേ. ഭൂരി സ്ഥിതി മേ ബി, നോക്ക, ഭൂരി സ്ഥിതി വെച്ചെന്താണ്, മോശം അല്ലെ, ബാഡ് സ്ഥിതിയിൽ പോലും സകാരാത്മക് സോച്ച്, ആ വാക്കാണ് മക്കൾ പഠിച്ചു വെക്കേണ്ട വാക്ക്. സകാരാത്മക് സോച്ച് മീൻസ് എന്താണ്, പോസിറ്റീവ് തിങ്കിങ് നമ്മൾ പറയില്ലേ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സകാരാത്മക് സോച്ച്. ഭൂരി സ്ഥിതി, ഒരു ബാഡ് കണ്ടീഷൻ വരുന്ന സമയത്ത്, ഒരു ബാഡ് സ്ഥിതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, സകാരാത്മക് സോച്ച് വെക്കണം, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് വെക്കണം. ഇതാണ് നമ്മുടെ സന്ദേശം. അപ്പം വിഷയം എന്തായിരുന്നു? സിലാബേനത്തി ലടിക്കികളുടെ ജീവനെ കുറിച്ചിട്ടും മെഹനത്തിനെ കുറിച്ചിട്ടും പറയുന്നു. സന്ദേശം, നമുക്ക് ആ കവിതയിൽ നിന്ന് കിട്ടുന്ന സന്ദേശം എന്താണ്? ഭൂരി സ്ഥിതിയിലും മോശം കണ്ടീഷനിലും നമ്മൾ സകാരാത്മക് സോച്ച്, പോസിറ്റീവ് തിങ്കിങ് വെക്കണം എന്നുള്ളതാണ് നമ്മുടെ എന്ത് സന്ദേശം എന്ന് പറയുന്നത്. അപ്പം കവിതയുടെ പേര് പഠിച്ചോളാം, കവിയുടെ പേര് പഠിച്ചോളാം, സന്ദേശം പഠിച്ചോളാം, വിഷയം പഠിച്ചോളാം, പോയിക്കോളാം. ഓക്കെ, ഈ ഒരു സാധനം സെറ്റാക്കുക. ഇത് പഠിച്ചാൽ തന്നെ ആശയം നിങ്ങൾക്ക് ഓക്കെ ആണ്. പിന്നെ നടുവിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി പൈതൽ ചൽത്താ ഹുവ ആത്മി എന്ന് പറയുന്ന കവിതയുടെ കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കിക്കേ. പൈതൽ ചൽത്താ ഹുവ ആത്മി എന്നാണ് പാഠത്തിന്റെ പേര് എന്ന് നിങ്ങൾക്ക് പറയാം. അതെന്തെങ്കിലും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. സ്വപ്നിൽ ശ്രീവാസ്തവാണ് ഇത് എഴുതിയിട്ടുള്ളതെന്ന് എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ പഠിക്കണം. ഇത് 2 ശ്രീവാസ്തവകളുണ്ട്. ഇത് 2 എണ്ണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. അത് മാറിപ്പോവാതെ തന്നെ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. നോക്ക. പൈതൽ ചൽത്താ ഹുവ ആത്മി, കാൽനടയായി പോകുന്ന ആത്മി സ്വപ്നിൽ ശ്രീവാസ്തവ എഴുതിയതാണ്. സ്വപ്നിൽ ശ്രീവാസ്തവ എഴുതിയിട്ടുള്ളതാണ് പൈതൽ ചൽത്താ ഹുവ ആത്മി എന്ന് പറയുന്നത് കേട്ടോ. അത് ആലോചിക്കണം കേട്ടോ, മാറിപ്പോവരുതേ. ഇതിലേതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി, ഒന്ന് പഠിക്കുക. ഏകാന്ത ശ്രീവാസ്തവും സ്വപ്നിൽ ശ്രീവാസ്തവും, അതിലേതെങ്കിലും ഒന്ന് ആരാന്ന് കറക്റ്റ് പഠിച്ചേക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അപ്പുറത്തെ ആളെ ഓർമ്മ വരും കേട്ടോ. ഇനി നോക്കുക. ഇത് 2 എണ്ണം നിങ്ങൾക്ക് സെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ വിഷയം എഴുതണം. എന്താ പറയുന്നത് നമ്മുടെ പൈതൽ ചൽത്താ ഹുവ ആത്മീയിൽ? സോ ഇസ് കവിതാമേ സാധാരണ ആദ്മി കെ മഹത്വ ശക്തി കെ ബാരേ മേ ബതായാ ഗയാ ഹെ. എന്തിനെ കുറിച്ചിട്ടാണ്? സാധാരണക്കാരായ മനുഷ്യന്മാരുടെ മഹത്വത്തിനെ കുറിച്ചിട്ടും ഓർ അവരുടെ ശക്തിയെ കുറിച്ചിട്ടുമാണ് ബതായാ ഗയാ ഹെ പറയുന്നത്. ഒന്നുമില്ല, സാധാരണക്കാരനായുള്ള ആത്മീയുടെ ശക്തിയും പിന്നെന്താണ് അവരുടെ മഹത്വം ഒരു ശക്തി. ഈ 2 വാക്യ മക്കൾ ഇവിടെ പഠിക്കാറുള്ളൂ. സാധാരണ ആത്മീ, മഹത്വ ശക്തിയാണ്. പൈതൽ ചൽത്താ ഹുവ ആത്മീ, കാൽനടയായി പോകുന്ന ആത്മീനെ കുറിച്ച് അല്ലേ. ഈ കാൽനടയായി നടന്നു പോകുന്ന ആളാണ് അതിൻ്റെ സാധാരണക്കാരനായ മനുഷ്യൻ അല്ലേ. അവരുടെ ശക്തിയും അവരുടെ എന്തുവാണ്, മഹത്വമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, വിഷയം നല്ല എളുപ്പമാണ് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് വേണം, കുറച്ച് A+ പോയിന്റ്സ് വേണം എന്നുള്ള മക്കൾ ഇതൊക്കെ എഴുതി വെക്കുക. സാധാരണ ആദ്മി എന്ന് പറയുന്നത്, സാധാരണക്കാരനായ മനുഷ്യൻ എന്ന് പറയുന്നത് സമാജ് കി റീഡ് ഹോത്താ ഹെ. സമാജിന്റെ, നമ്മുടെ സമൂഹത്തിന്റെ, സൊസൈറ്റിയുടെ, സമാജ് മീൻസ് എന്താണ്, സൊസൈറ്റിയുടെ റീഡാണ്. റീഡ് മീൻസ് എന്താണ്, നട്ടെല്ലാണ്. സിമ്പിൾ വാക്കാണ്, പഠിച്ചു വെക്കാം. സാധാരണക്കാരൻ എന്താണ്, നമ്മുടെ സമൂഹത്തിന്റെ റീഡാണ്. റീഡ് മീൻസ് എന്താണ്, നട്ടെല്ലാണ്. ഓക്കെ, നല്ല പോയിന്റ് ആണ്, പഠിച്ചു വെച്ചോളാം. ഇനി ഇതാണ് നമ്മുടെ സന്ദേശം. സന്ദേശം കൃത്യമായിട്ട് പഠിക്കണം മക്കള്. സാധാരണ
വ്യക്തി को उसकी बाहरी स्थिति देखकर തിരസ്കാർ നെഹി കർണി ചാഹിയേ. എന്താണ്? സാധാരണ വ്യക്തികളുടെ അവരുടെ ബാഹരി സ്ഥിതി, ബാഹരി മീൻസ് എന്താണ്? പുറത്താണ് അല്ലെ, പുറത്ത്. അതായത് ഫസ്റ്റുള്ള ലുക്ക് ഉണ്ടല്ലോ, പുറത്തുള്ള സ്ഥിതി കണ്ടിട്ട് നമ്മൾ തിരസ്കരിക്കാൻ പാടില്ല, നമ്മൾ പുച്ഛിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവർ കൊള്ളൂല എന്ന് പറഞ്ഞ് മാറ്റി വെക്കാൻ പാടില്ല. തിരസ്കരിക്കാം, മലയാളം വാക്കാണ് അല്ലെ, തിരസ്കാർ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത് അല്ലെ. തിരസ്കാർ നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മുടെ ടെക്സ്റ്റിൽ ഒരു വാക്കുണ്ട് ഹിക്കാരത്ത്, അതും മക്കൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എഴുതാം. ഏതാണോ എളുപ്പമുള്ളത് അത് എഴുതി വെക്കാം. ഇനി അതാണ് പഠിച്ച ഹിക്കാരത്ത് എഴുതി വെക്കാം കേട്ടോ. ഹിക്കാരത്ത് അല്ലെങ്കിൽ തിരസ്കാർ നഹി കർണി ചാഹിയെ, ചെയ്യാൻ പാടില്ല. സമാജ് കാ വികാസ് ഉസി വ്യക്തിക്ക് മെഹനത് പർ നിർഭർ ഹേ. സമാജിന്റെ, നമ്മുടെ സമൂഹത്തിന്റെ എന്ത്, സമൂഹത്തിന്റെ വികാസ്, വികാസ് മീൻസ് എന്താണ്? ഗ്രോത്ത് ആണ് അല്ലെ. ഗ്രോത്ത് എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയിലാണ് അടങ്ങിയിരിക്കുന്നത്. അതായത് സാധാരണക്കാരായ മനുഷ്യരാണ് ഈ ഒരു സമൂഹത്തിന്റെ ഗ്രോത്തിന് കാരണമായിട്ടുള്ളത്. ഇതെന്റെ മക്കൾ അങ്ങനെ പഠിച്ചു വെക്കാം, ഇത് ഇങ്ങനെ പഠിച്ചു വെക്കാം. ഇനിയിപ്പോൾ അതൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുതി നിർത്തിയാലും മതി. സാധാരണക്കാരൻ സംഭവമാണ്, സൂപ്പറാണ്, നമ്മുടെ സൊസൈറ്റിയുടെ വികാസമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയെങ്കിലുമൊക്കെ എഴുതി വെക്കാം. തീം സാധനം തലയിൽ ഉണ്ടായാൽ മതി. ഓക്കെ, ഇനി ഇത് നന്നായിട്ട് പഠിച്ചോളാം. ഈ കവിത ഓക്കെ ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മേരി ദുനിയാക്കി തമാം ബച്ചയും പിന്നെ ഏക്ക് തിൻകിയും കൂടി നമുക്ക് ഇനി പഠിക്കാനുള്ളൂ. മേരി ദുനിയാക്കി തമാം ബച്ച എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫായിട്ടുള്ള പാഠമായിരുന്നു അല്ലേ. ആ പാഠത്തിന്റെ ആശയം എഴുതുന്ന സമയത്ത് മക്കൾ ഇത് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. നോക്കാം, മേരി ദുനിയാക്കി തമാം ബച്ച എന്നുള്ളതാണ് നമ്മുടെ കവിതയുടെ പേര്. എൻ്റെ ലോകത്തിലെ മുഴുവൻ കുട്ടികളും എന്നുള്ളതാണ് അല്ലേ. എൻ്റെ ലോകത്തിലെ മുഴുവൻ കുട്ടികളും, അർത്ഥം അതാണ്. അദ്നാൻ ഖഫീലാണ് എഴുതിയിട്ടുള്ളത്. അദ്നാൻ എങ്കിലും മക്കൾ പഠിച്ചു വെക്കുക, അദ്നാൻ പഠിച്ചു വെക്കുക. അദ്നാൻ ഖഫീലാണ് എഴുതിയിട്ടുള്ളത് അല്ലേ. ഇനി ഈ കവിതയുടെ വിഷയമാണ് മിസ് പറയാൻ പോകുന്നത്. നോക്കാം, ഇസ് കവിത മേ നയി പീढ़ी की सोच और उनके सपनों के बारे में बताया गया है. ഈ ഒരു പാഠത്തിൽ കൃത്യമായിട്ട് എന്താ പറയുന്നത്? നയി പീഡി, നയി പീഡി എന്ന് വെച്ചാൽ എന്താണ്? ന്യൂ ജൻ ആണ് അല്ലേ, ന്യൂ ജനറേഷൻ ആണ്. ന്യൂ ജനറേഷൻ്റെ സോച്ച് മീൻസ് എന്താണ്? അവരുടെ ചിന്തകളും അവരുടെ ഡ്രീംസിനെയും കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരുടെ ചിന്തകളെ കുറിച്ചിട്ടും ഡ്രീംസിനെ കുറിച്ചിട്ടും ലോകം ഇങ്ങനെയായി മാറണം എന്ന് പറഞ്ഞിട്ട് അവരെന്തോ പറയുന്നതായിരുന്നു അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾ എഴുതിയാൽ മതി. നയി പീഡിയുടെ, ന്യൂ ജനറേഷൻ്റെ സോച്ച് എന്താണ്? ചിന്തയും പിന്നെ എന്താണ്? അവരുടെ സ്വപ്നങ്ങളും ആണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതിനെ കുറിച്ചിട്ടാണ് ബത്തായ ഗയാ ഹെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ എഴുതുന്നു. ഇനി നോക്കിക്കേ, കവിത മേ ബच्चे समाज में बदलाव लाने वाले प्रेम और शांति का संदेश देने वाले बन जाते हैं. ഇത് വേണമെങ്കിൽ മാത്രം പഠിച്ചാൽ മതി, വേണമെങ്കിൽ മാത്രം. അതായത് എക്സ്ട്രാ പോയിന്റ്സ് എനിക്ക് ഇടണം എന്ന് തോന്നുന്ന മക്കൾ മാത്രം എന്ത് ചെയ്യുക, പഠിക്കുക. പിന്നെ ബുദ്ധിമുട്ടുള്ള മക്കൾ എന്ത് ചെയ്യുക, വിഷയം സന്ദേശം മാത്രം പഠിച്ചിട്ട് പോകുക. ഓക്കെ, എക്സ്ട്രാ പോയിന്റ് എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാം. കവിതയിൽ ബच्चे നമ്മുടെ കുട്ടികൾ സമാജ് മേ ബദലാവ് ലാനെ വാലെ, സമൂഹത്തിൽ ബദലാവ്, ചേഞ്ച് കേട്ടോ, ചേഞ്ച് കൊണ്ടുവരുന്ന പ്രേം ശാന്തി കാ സന്ദേശ് ദേനെ വാലെ ബൻ ജാത്തെ ഹേ. സ്നേഹത്തിൻ്റെയും ശാന്തി പീസിൻ്റെയും സന്ദേശ് ദേനെ വാലെ, സന്ദേശം കൊടുക്കുന്നവരുമായിട്ട് ബൻ ജാത്തെ ഹേ, ആകുന്നു എന്നുള്ള അർത്ഥം കേട്ടോ. അതായത് ഇവർ സമൂഹത്തിൽ ബദലാവ്, ചേഞ്ച് കൊണ്ടുവരുന്നവരും സ്നേഹവും പിന്നെന്താണ് ശാന്തിയും കൊണ്ടുവരുന്നവരും ആയിട്ടാണ് കാണിക്കുന്നത് നമ്മുടെ കവിതയിൽ. അപ്പോൾ കുട്ടികൾ അങ്ങനത്തെ ഒരാൾക്കാരാണ് എന്നുള്ളതാണ് ഈ പോയിന്റ്. എന്ത് ചെയ്യാം, എൻ്റെ മക്കൾക്ക് പഠിച്ചു വെക്കാം. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ അത് വേണ്ട, ഓക്കെ യെസ്, വിട്ട് കളയണം കേട്ടോ. പിന്നെ വേറെ ഏതെങ്കിലും പോയിന്റ് അറിയെങ്കിൽ ചേർത്തോളുക. ഇനി സന്ദേശമാണ് പറയുന്നത്. സന്ദേശം വളരെ സിമ്പിളാണ്. ഹം പ്യാർ ഏകത ശാന്തി കെ സാത്ത് ജീന ചാഹിയെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എന്താണ് സന്ദേശമാണ് ഇതിൻ്റെ. നമ്മൾ എങ്ങനെ ജീവിക്കണം? പ്രേം അല്ലെങ്കിൽ പ്യാർ, സ്നേഹത്തോടു കൂടി, ഏകത യൂണിറ്റിയോടുകൂടി, ശാന്തി പീസായിട്ട് അതായത് സമാധാനത്തോടു കൂടി ജീന ചാഹിയെ. ഈ മൂന്നാൾക്കാരെ ആലോചിച്ചാൽ മതി. പ്യാർ, ഏകത, ശാന്തി, സ്നേഹവും പിന്നെന്താണ് യൂണിറ്റിയും പിന്നെന്താണ് സമാധാനം. ഇതിനോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? ജീന ചാഹിയെ, ജീവിക്കണം. ഇതാണ് നമ്മുടെ സന്ദേശം എന്ന് പറയുന്നത്. സിമ്പിൾ സന്ദേശം അല്ലേ? അങ്ങനെ മക്കൾ വിഷയവും പഠിക്കുക, സന്ദേശം പഠിക്കുക. മേരി ദുനിയാക്കി തമാം ബച്ചെ അദ്നാൻ കഫീലാണെന്ന് എഴുതിയത് ആലോചിക്കുക, സൂപ്പറാക്കി എഴുതുക. എന്നിട്ട് നടുവിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക നമ്മുടെ ലൈൻസ് വെച്ചിട്ട്. പിന്നെ നമ്മുടെ ആ ഒരു എന്തും ആലോചിക്കുക, നമ്മുടെ ഫോർമാറ്റും ആലോചിക്കുക. ഇനി ലാസ്റ്റത്തെ ഏക്ക് തിൻകയാണ്. ഏക്ക് തിൻക എന്ന് പറയുന്ന പാഠം നോക്കുക. ഏക്ക് തിൻക എന്നാണ് പാഠത്തിന്റെ പേര്. ഹരി ഔദ് എന്ന് പഠിക്കുക, അല്ലെങ്കിൽ അയോധ്യ സിംഗ് ഉപാധ്യായ് എന്ന് പഠിക്കാൻ പറ്റുന്ന ആൾക്കാർ അങ്ങനെ പഠിക്കുക. ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ ഹരി ഔദ് എന്നെങ്കിലും എഴുതി വെക്കുക. ഓക്കെ, ഹരി ഔദ് എന്നെങ്കിലും എഴുതി വെക്കുക, അല്ലെങ്കിൽ അയോധ്യ സിംഗ് ഉപാധ്യായ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക. ഏതെങ്കിലും ഒക്കെ പഠിക്കുക കേട്ടോ. ഓക്കെ യെസ്. ഇനി ഇത് രണ്ടും എഴുതി വെക്കണം നിർബന്ധമില്ല കേട്ടോ. രണ്ടും എഴുതി വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ഏതെങ്കിലും ഒന്ന് ബ്രാക്കറ്റിൽ ഇട്ട് കൊടുത്താൽ മതി. നോക്കാം, തിൻകാ കാ പ്രयोग ഏക്ക് സശക്ത് പ്രതീക് കെ രൂപ് മേ കിയാ ഗയാ ഹി. ഇത് നമ്മുടെ വിഷയമല്ല കേട്ടോ, വിഷയമല്ല, നമ്മുടെ എക്സ്ട്രാ പോയിന്റ് ആണ്.
നമ്മുടെ എക്സ്ട്രാ പോയിന്റ് ആണ്, വിഷയമല്ല. അത് വേണ്ട ആൾക്കാർ മാത്രം പഠിക്കുക. നോക്കുക, തിൻക എന്ന് പറയുന്നതിന്റെ പ്രയോഗം സശക്ത് പ്രതീക, ഒരു ശക്തമായ പ്രതീകത്തിന്റെ, ഒരു എന്താണ്, ഒരു സിമ്പലിന്റെ രൂപത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു പ്രതീകാത്മക രചനയാണെന്നുള്ള പോലെ നമുക്ക് എഴുതാം, അല്ലെങ്കിൽ പ്രതീകമാണ് നമ്മുടെ തിൻക എന്ന് പറയുന്നത്. വൈക്കോൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രതീകമാണ്. അഹങ്കാരം ഇത്രയേ ഉള്ളൂ. ഒരു മനുഷ്യന് എന്താണ്, ഇത്ര അഹങ്കാരം കാണിച്ചിരിക്കാൻ പാടില്ല. ഒരു പുല്ല് വന്നിട്ടുണ്ടെങ്കിൽ ഒരു വൈക്കോല് വന്ന് വീണാൽ കഴിയാവുന്നതേ ഉള്ളൂ അവന്റെ ജീവിതം എന്ന് പറയുന്ന ഒരു കവിതയായിരുന്നു അല്ലേ. ഓക്കെ, അതിലെ വിഷയവും സന്ദേശവുമാണ് എൻ്റെ മക്കൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത്. നോക്കാം, അഹങ്കാർ മനുഷ്യको अंधा कर देता है. ഓക്കെ, അഹങ്കാരം മനുഷ്യനെ അന്താ കർ ദേത്താ ഹേ, എന്താക്കുന്നു, അന്ധനാക്കി മാറ്റുന്നു, ബ്ലൈൻഡ് ആക്കി മാറ്റുന്നു. സിമ്പിൾ സാധനല്ലേ പഠിക്കാൻ വേണ്ടിയിട്ട്. ചോട്ടി സി ചീസ് ബി ബഡേ ഘമണ്ട് കോ തോട് സക്തി ഹി, ഇതാണ് നമ്മുടെ വിഷയം. ഓക്കെ, എന്താണ്, അഹങ്കാരം മനുഷ്യനെ എന്താക്കും, അന്ധയാക്കി മാറ്റുന്നു. അന്ധന വെച്ചാണ് ബ്ലൈൻഡ് ആക്കി മാറ്റുന്നു. ചോട്ടി സി ചീസ് എന്ന് വെച്ചാൽ ഒരു ചെറിയ സാധനം അല്ലേ, ഒരു ചെറിയ സാധനത്തിന് പോലും ബഡേ ഘമണ്ട് കോ, ഘമണ്ട് എന്നുള്ള വാക്കാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അഹങ്കാരം എന്നുള്ള അർത്ഥം കേട്ടോ. അപ്പൊ ബഡേ ഘമണ്ട് കോ, വലിയ അഹങ്കാരത്തിന് പോലും തോട് സക്തി ഹേ, തോട് മീൻസ് എന്താണ്, പൊട്ടിക്കുക എന്നുള്ള അർത്ഥം അല്ലെ. പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഓക്കെ, ഇനി സന്ദേശം എന്താണ്, ഘമണ്ട് മനുഷ്യക്കോ കംസോർ ബനാത്താ ഹേ. ഘമണ്ട്, അഹങ്കാരം മനുഷ്യനെ എന്താക്കുന്നു, വീക്കാക്കി മാറ്റുന്നു, കംസോർ ആക്കി മാറ്റുന്നു, ദുർബലനാക്കുന്നു. ഇനിയിപ്പോ ദുർബലൻ എന്നുള്ള ആ വാക്ക് മക്കൾക്ക് അറിയെങ്കിൽ ദുർബൽ എന്ന് എഴുതി വെച്ചാൽ മതി. ദുർബൽ, ഹിന്ദിയിൽ ദുർബൽ എന്നും പറയും. കംസോർ കിട്ടിയില്ലെങ്കിൽ ദുർബൽ എന്ന് എഴുതി വെച്ചോളാം. അപ്പൊ നോക്കി, എന്താണ്, മനുഷ്യനെ എന്താക്കുന്നു, കംസോർ ആക്കുന്നു, വളരെയധികം വീക്ക് ആക്കി മാറ്റുന്നു. ഹം ഹമേശ വിനമ്രത കെ സാത്ത് ജീനാ ചാഹിയെ, ഇതാണ് നമ്മുടെ സന്ദേശം. ഘമണ്ട്, അഹങ്കാരം എന്ന് പറയും നമ്മളെ വീക്കാക്കും. നമ്മളെപ്പോഴും വിനമ്രതയോട് കൂടി, വളരെയധികം എന്താണ്, വളരെ ബാക്കിയുള്ള ആൾക്കാരോട് നന്നായിട്ട് പെരുമാറുന്ന രീതിയിൽ, അഹങ്കാരം ഒന്നും ഇല്ലാതെ വളരെ വിനയത്തോടു കൂടി, വിനയം, വിനമ്രത, വിനയം എന്നുള്ളതിന് വിനമ്രത നമ്മൾ പറയുന്നത്. വിനമ്രതയോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം, ജീവിക്കണം എന്നുള്ളതാണ് നമ്മുടെ സന്ദേശം. ഓക്കെ, ഇതാണ് നമ്മുടെ 4 കവിത എന്ന് പറയുന്നത്. എൻ്റെ മക്കൾ ഇത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ പഠിക്കുകയാണെങ്കിൽ, ഇത് എഴുതുന്നു, നമ്മുടെ പോയിന്റ്സ് എഴുതി വെക്കുന്നു, പിന്നെ നടുവിൽ നിങ്ങൾ എഴുതുന്നു, കൺക്ലൂഡ് ചെയ്യുന്നു, അങ്ങനെ കറക്റ്റായിട്ട് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ കിട്ടും. ഇത് ഇതേപോലെ പഠിച്ചു പോയാൽ മതി, സൂപ്പറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവിതയിൽ മാർക്ക് കിട്ടും. അപ്പോൾ എന്തായാലും നന്നായിട്ട് തന്നെ മക്കൾ പഠിച്ചിട്ട് പോവുക. ഫോർമാറ്റ് ഒന്നും പഠിക്കാൻ വേണ്ടി മറന്നു പോകരുത്. അപ്പോൾ നാളത്തെ എക്സാമിന് ഓൾ ദ ബെസ്റ്റ്. ടാറ്റ, ബൈ ബൈ.